നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് കാർത്തിക വന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ലക്ഷ്മിയമ്മയും കല്യാണി എല്ലാവരും. പക്ഷെങ്കിൽ ആ സമയത്തും അവരുടെയൊക്കെ മനസ്സിലൊരു ചിന്താഗതി ഉണ്ട്, ഒരു ടെൻഷനുണ്ട്. ഗംഗാപ്രസാദ് ഇനി പിന്നാലെ എങ്ങാനും വരുവോ, കാർത്തികയും ദിലീപിനെയൊക്കെ ഉപദ്രവിക്കാൻ വരുമോന്ന്. അപ്പൊ അതിന്റെ ഒരു സന്ദേഹം അവരെ അറിയിക്കുന്നുണ്ട്. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അവന്റെ കാര്യം ഓർത്തിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട, ഇനി അവനൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ദിലീപ് ചോദിച്ചു, അല്ല അതെങ്ങനെ കിരൺ ഉറപ്പിച്ചു പറയാൻ പറ്റും? എനിക്കറിയാം അവൻ വരത്തില്ലാന്ന്. അവൻ ഈ നാട് വിട്ടു പോയി കാണും. ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, നിങ്ങളൊക്കെ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, ദേ അമലുവിന്റെ വേലുവിന്റെ കല്യാണം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുക. നാളെയെങ്കിൽ നാളെ തന്നെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞു. ഇനി അതിപ്പം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അവർക്ക് സന്തോഷമാണ്. കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു കല്യാണം കൂടുന്നത് നല്ലതാണല്ലോ. അപ്പോഴേക്കും കാർത്തിക് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം നടത്തണം, ഞങ്ങൾക്കും അതിന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് കാർത്തികയും കൂട്ടിക്കൊണ്ട് ലക്ഷ്മിയമ്മ അകത്തേക്ക് കയറി പോയിട്ട് ചോദിച്ചു, അല്ല മോളെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ദിലീപിന്റെ അമ്മ എങ്ങനെയുണ്ട്? അത് കേട്ടപ്പോ കാർത്തി പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട അമ്മേ, അമ്മയെപ്പോലെ തന്നെയാ, നല്ല സ്നേഹമുള്ള ഒരു അമ്മയാ. അമ്മയ്ക്ക് നല്ല പേടിയാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോ എന്തേലും വഴിയിൽ ആപത്ത് സംഭവിക്കുമെന്ന്. അത് പിന്നെ പേടിയില്ലാതിരിക്കുവോ പെറ്റമ്മയല്ലേന്ന് ചോദിച്ചു. അതെ, ഞാൻ കരുതിയത് അമ്മയ്ക്ക് എന്നോട് ദേഷ്യം കാണുമെന്നാ, പക്ഷെ അങ്ങനൊന്നും ഇല്ല, ശരിക്കും പാവം പിടിച്ചൊരമ്മയാ. ശരി, ഇങ്ങനെ ഒരു അമ്മയെ കിട്ടാനായിട്ട് ഞാൻ ഭാഗ്യം ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ലക്ഷ്മിയമ്മ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ എൻ്റെ മോള് അനുഭവിച്ച വേദനകൾക്കൊക്കെ ദൈവമായിട്ട് കൊണ്ടു തന്നായിരിക്കും ഇങ്ങനൊരു അമ്മയെ. നല്ലവണ്ണം തന്നെ അമ്മയെ നോക്കണം, ഒരിക്കലും കണ്ണീര് കുടിപ്പിക്കരുത്. കാരണം നിങ്ങളുടെ ഈ കല്യാണം നടന്നത് തന്നെ എന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് അറിയാലോ, ആ അമ്മ സമ്മതിച്ചുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു കാരണവശാലും നിന്റെ ദിലീപിന്റെ വിവാഹം നടക്കില്ലായിരുന്നു. അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാമേ, ഇന്ന് ഞങ്ങളൂടെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ, പക്ഷെ അമ്മ വന്നില്ല. അമ്മ പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു. സാരമില്ല, ഇനി ഒരു കാര്യം ചെയ്യാം, അമ്മയ്ക്കും ഒരു കൂട്ടാവും, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു വീട്ടിൽ കഴിയാം, അങ്ങനെയാണ് പിന്നെ പേടിക്കേണ്ട കാര്യമില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടതും ലക്ഷ്മിയമ്മ പറഞ്ഞു, അതും ഒരു ശരിയായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു. അല്ല അച്ഛൻ എന്തിയെ? അച്ഛനെ കണ്ടില്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ വന്ന് അറിഞ്ഞിട്ടില്ല, എങ്കിൽ ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. അതും പറഞ്ഞിട്ട് കാർത്തിക് നേരെ പ്രകാശിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ കാർത്തിക് ചെന്ന് അച്ഛാന്ന് വിളിച്ച് കഴിയുമ്പോഴത്തേനാണ് പ്രകാശൻ കണ്ണൂർ നോക്കുന്നത്. പ്രകാശന് ഒന്ന് കിടന്ന് മയങ്ങിയായിരുന്നു അവിടെ. ആ സമയത്താണ് കാർത്തികയുടെ വരവ്. അങ്ങനെ കാർത്തികയെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രകാശന് ഇരട്ടിയ സന്തോഷം. അങ്ങനെ കാർത്തികയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, എൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോഴെനിക്കൊരു സമാധാനമായതാ, ആകെപ്പാടെ ഒരു നെഞ്ചിടിപ്പായിരുന്നു. എവിടെയൊക്കെ നേർച്ചകളുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല, ഒരാപത്തിലും പെടത്തില്ല എന്ന്. കല്യാണം കഴിഞ്ഞ് കിട്ടുന്നിടം വരെ കല്യാണത്തിന്റെ ഒരു ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇനി ഗംഗാപ്രസാദ് നിങ്ങളുടെ പിന്നാലെ വരുന്ന ഉപദ്രവിക്കില്ലെന്നൊക്കെ വിചാരിച്ചു. ഇപ്പോഴാണ് ശരിക്കും ഒരു സമാധാനമായെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കാർത്തി പറഞ്ഞു, ഇനി അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, എന്നാലും മോളെ സൂക്ഷിക്കണം. വിരുന്നിനൊക്കെ പോകുന്ന സമയത്താണെങ്കിലും അവന്റെ ആൾക്കാരോ എങ്ങാനും വഴിയിലുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും. എൻ്റെ അച്ഛ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കുന്നവളല്ല, അറിയാലോ. ഒരു തവണ ഈ പറയുന്ന ഗംഗാപ്രസാദ് വീട്ടിൽ കയറിയതാ, അന്ന് ഞാൻ ഷൂട്ട് ചെയ്താ, പക്ഷെ എൻ്റെ ഉന്നം തെറ്റിപ്പോയി. ഇപ്പോഴും ഞാൻ ആ ഒരു കരുതലോട് കൂടിയേ നടക്കുന്നേ. അവനെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈപ്പാങ്ങി കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനെ തീർത്ത് കളയും, പിന്നെ അവൻ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അതോടെ കേട്ട് ഞാൻ പ്രകാശം പറഞ്ഞു, എന്നാലും അവൻ ദുഷ്ടന, അറിയാലോ. അവൻ വരാത്ത എന്താന്ന് എനിക്ക് അറിയില്ലാത്ത. മോളുടെ കല്യാണമാണെന്ന് ചിലപ്പോൾ അവൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും കാർത്തി പറഞ്ഞു, ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനെയായിരിക്കും, എന്നാലും ഇതങ്ങനെ വെറുതെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. മോളൊന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പ്രകാശന്. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിരുന്നിട്ട് വേലുവിൻ്റെ അടുത്തേക്ക് കിരൺ വരുവാണ്. അങ്ങനെ കിരൺ വന്നിട്ട് വേലുവിനോട് കാര്യങ്ങൾ പറയണം. അതെ, നാളെ കാവിൽ വെച്ച് ചെറിയ തോതിൽ നിന്റെയും അമലുവിൻ്റെയും വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, വേറെ എതിർപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേലു പറഞ്ഞു, അങ്ങനെ എനിക്ക് എതിർപ്പൊന്നുമില്ല, അവളോട് ഞാൻ സംസാരിച്ചായിരുന്നു, അവൾക്ക് സമ്മതമാക്കിയിരുന്നു സാറേ. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, അന്ന് കാട്ടിവെച്ച് അവളുടെ മനസ്സ് പതറിയത് എന്തുകൊണ്ടാന്ന് അത് മാത്രം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവൾക്ക് എന്നെ ഇഷ്ടമാ, പക്ഷെ പെട്ടെന്നൊരു മാറ്റം അവൾക്കുണ്ടായിരുന്നെന്ന്. അത് കേട്ടതും കിരൺ പറഞ്ഞു, അതെ, അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇനി ഒരു കാരണവശാലും ഗംഗാപ്രസാദ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനും പോകുന്നില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിവാഹം നടക്കണമെന്ന് പറഞ്ഞു. അല്ല, മാമിയും കൂടെ വിളിക്കണ്ടേ? അതൊക്കെ നാളെ ആകുമ്പത്തേനും നിന്റെ മാമ ഇവിടെ എത്തിക്കോളും, മാമീനെ എത്തിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യും. രതീഷും ബൈജും ഒക്കെ ഉണ്ടല്ലോ, അവര് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. പിന്നെ നീ അവളുടെ കഴുത്ത് താലി ആർത്തിയിട്ട് ഇനിയിപ്പോൾ കാട്ടിനകത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു.
വേലു പറഞ്ഞു, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല എനിക്ക് കിരൺ സാറിനോട്. ഒരു പക്ഷേങ്കിൽ സാറിനെയൊക്കെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ അമലുവിനെ നഷ്ടപ്പെടുമായിരുന്നു. ആ ഗംഗാപ്രസാദിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ലായിരുന്നു. സാറ് വന്നുകൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിച്ച. ഇനിയിപ്പോൾ പേടി കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാലോ എന്ന് പറഞ്ഞു. ആ ദുഷ്ടന്റെ കഥ തീർന്നില്ലേ? എൻ്റെ മാമന് സന്തോഷമായി കാണും. കിരൺ പറഞ്ഞു, അറിയാലോ, ഇവിടെ ആർക്കും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. തൽക്കാലത്തേക്ക് ആരോടും പറയാനും പോണ്ട. അമലുവിനോട് പോലും ഒരു കാരണവശാലും പറയരുത്. കാരണം അമലു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണിക്ക് ഇത് അറിയും. ആരും ഇപ്പൊ തൽക്കാലത്തേക്ക് അറിയണ്ടെന്ന് പറയണം. അങ്ങനെ അവർ കിരൺ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമായി വേലുവിൻ്റെയും അമലുവിൻ്റെയും വിവാഹം അന്നാണ്. അങ്ങനെ അന്ന് തന്നെ രാവിലെ തന്നെ രതീഷ് പോയി അമലുവിൻ്റെ അമ്മയൊക്കെ വിളിച്ചോണ്ട് വരുന്നുണ്ട്. അങ്ങനെ അമലുവിൻ്റെ അമ്മയെ കണ്ട ഭയങ്കര സന്തോഷം. പോയി കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. എൻ്റെ മോളെ, എന്നാലും നിനക്കൊരു ജീവിതം കിട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് വേലു അങ്ങോട്ടേക്ക് വന്നു. വേലു വന്നിട്ട് പറഞ്ഞു, മാമി എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു. എന്നാലും ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അദ്ദേഹം ഇല്ലാതെ പോയല്ലോ. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സാരമില്ല മാമി, വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ മോൻ പറഞ്ഞന്ന് അനുസരിക്കുമായിരുന്നെങ്കിൽ ഇപ്പം അദ്ദേഹം കൂടെ ഉണ്ടായേനോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെപ്പാടെ ടെൻഷൻ അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അമല് പറഞ്ഞു, അതെ അമ്മ സങ്കടപ്പെടാന്ന് പറഞ്ഞു. ആ സമയത്താണ് കല്യാണിയൊക്കെ അങ്ങോട്ട് വരുന്നത്. അതെ, കല്യാണപ്പെണ്ണ് ഇവിടെ നിൽക്കുകയാണോ, റെഡി ആവണ്ടേ, ഇങ്ങോട്ട് വരാനും പറഞ്ഞ് അമലുവിനെ വിളിച്ചോണ്ട് പോവാണ്. അങ്ങനെ അമലുവിനെ കൂട്ടിക്കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തിക പറഞ്ഞു, ആഹാ കൊള്ളാലോ, കല്യാണപ്പെണ്ണ് ഇതുവരെയായിട്ട് റെഡി ആയിട്ടില്ലേന്ന് ചോദിച്ചു. കാർത്തിക ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, ഇപ്പം തന്നെ റെഡിയാക്കാം. അമല് പറഞ്ഞു, അധികം വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല എന്ന് കാർത്തിക പറഞ്ഞു. നന്നായിട്ട് ഒരുങ്ങണം, ഞങ്ങൾ ഫോട്ടോസൊക്കെ പിടിക്കുന്നുണ്ട്. ഇന്ന് പിടിക്കുന്ന ഫോട്ടോസ് പിന്നെ ഒരിക്കലും അടുത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു സന്തോഷമൊക്കെ മനസ്സിൽ തോന്നണം. ഒരിക്കലല്ലേ ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമലുവിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. കല്യാണി പറഞ്ഞു, എന്തിനാ വിഷമിക്കുന്നത്, സന്തോഷമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അമല് പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും എനിക്ക് എന്തോ വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. എൻ്റെ ആരുമല്ല നിങ്ങൾ, പക്ഷെ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം ഉണ്ടല്ലോ. കല്യാണി പറഞ്ഞു, അതാണോ പ്രശ്നം? അതെ, നീ എനിക്ക് സഹോദരിയെ പോലെയാ. നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേലു നീവായിട്ടുള്ള കല്യാണം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് 1-2 സാരി എടുത്ത് കാണിച്ചു. ഇതിൽ നിനക്ക് ഇഷ്ടപ്പെട്ട സാരി എന്ന് വെച്ചാൽ എടുത്തോളം പറയണം. അമല് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, കല്യാണി ചേച്ചി ഇഷ്ടമുള്ള സെലക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ കല്യാണി സമ്മതിച്ചില്ല. അങ്ങനെ ഒടുവിൽ അമലൂര് വേണ്ടി നല്ലൊരു വില കൂടിയ സാരി തന്നെയാണ് കല്യാണി കൊടുക്കുന്നത്. അങ്ങനെ സാരിയൊക്കെ ഉടുപ്പിച്ച് ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ച് അമലുവിനെ സുന്ദരിയാക്കുകയാണ്. അതുപോലെ തന്നെ കിരണാണ് വേലുവിനെ ഒരുക്കുന്നത്. വേലുവിനെ വേണ്ടുന്ന ഷർട്ടും കാര്യങ്ങളൊക്കെ കിരൺ നേരത്തെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുതിയ ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കല്യാണ ചെക്കനായി വേലു കണ്ണാടിക്ക് മുന്നിൽ പോയി നോക്കുന്നുണ്ട്. ആ സമയം കിരൺ ചോദിച്ചു, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. വേലു പറഞ്ഞ്, ഇഷ്ടപ്പെടാതിരിക്കുവോ, ഞങ്ങളുടെ കാട്ടിനകത്താണെങ്കിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. കാട്ടിലെ കല്യാണം വേറെ രീതിയിലായിരിക്കും, അറിയാലോ, ഡ്രസ്സും കാര്യങ്ങളും ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇന്നിവിടെ കല്യാണം നടന്നതിന് ശേഷം കാട്ടിപ്പോയൊരു കല്യാണം ഉണ്ടല്ലോ, എല്ലാവരെയും വിളിച്ചു കൂട്ടി, അവിടുത്തെയുള്ള ആൾക്കാരെയൊക്കെ കൂട്ടി, അപ്പം ആ രീതിയിൽ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമലുവും വേലും ഒക്കെ റെഡിയായി. പിന്നീട് ലക്ഷ്മി അമ്മയുടെയും പ്രകാശിന്റെ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് അവർ കാവിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ കിരണൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നു. ആ സമയത്ത് വേലുവിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം താൻ താലിമാലയൊന്നും മേടിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ കിരണും കല്യാണി അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. താലി മാല എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. താലി കെട്ടാനായിട്ട് വേലുവിൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുന്ന സമയത്ത് വേലുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പിന്നീട് അമലുവിൻ്റെ കഴുത്തിൽ വേലു താലി ആർത്തുവാണ്. അങ്ങനെ താലി കെട്ടൊക്കെ അതിഗംഭീരമായിട്ട് നടന്നു. കിരണും കല്യാണി കാർത്തികയും ദിലീപ് അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരോടും അധികം പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല കല്യാണത്തെക്കുറിച്ചൊക്കെ. കാവിൽ വെച്ച് ചെറിയ രീതിയിലൊരു കല്യാണം, അതിനുശേഷം വീട്ടിൽ വെച്ചൊരു സദ്യ. അതാണ് സദ്യക്ക് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തിയത് ഭാനുമതി മുത്തശ്ശിയും കല്യാണിയും കാർത്തി അവരെല്ലാവരും കൂടെ ചേർന്നിട്ടായിരുന്നു. അവർ തന്നെയാണ് ഭക്ഷണമൊക്കെ പാചകം ചെയ്തത്. അങ്ങനെ അടിപൊളിയായിട്ട് കല്യാണമൊക്കെ നടന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമലുവിൻ്റെ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പിന്നീട് അമലുവിൻ്റെയും വേലുവിനെയും വന്ന് അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ മോളുടെ അച്ഛൻ ഇപ്പം മോളിലിരുന്ന് കാണുന്നുണ്ടായിരിക്കും, അദ്ദേഹത്തിന് സന്തോഷമായി കാണും. പക്ഷെ ഇങ്ങനെ ഒരു കാഴ്ച കാണാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ലോ എന്നൊരു ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ. മോള് വിഷമിക്കേണ്ട, ഒരു പക്ഷെ ഇപ്പം ഇവിടെ കാണും, ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം കാണുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അമല് പറഞ്ഞു, അമ്മ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നീട് രണ്ടുപേരും കൂടെ വള്ളിയുടെ കാലത്തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. അങ്ങനെ കല്യാണമൊക്കെ അതിഗംഭീരം നടന്ന് എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.